ഇന്നൊരു വെറൈറ്റി പലഹാരം കഴിച്ചാലോ? അതെ, ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കഴിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. കാരണം ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷേ ഇത് ഇത്രത്തോളം രുചി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. നാടൻ രുചികളൊക്കെ ഇഷ്ടമുള്ളവർക്കേ ഇത് ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയൊക്കെ തിളച്ച് ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയിൽ എന്തായാലും ചെറുതായിട്ട് ഒരു കല്ലും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓൾറെഡി ചൂടായിട്ടുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് വന്നോളും. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഫ്ലേവറിനായിട്ടുള്ള ഒരു ചേരുവ ഇതാണ് കേട്ടോ. നമ്മുടെ ചക്ക വരട്ടിയത് 1/2 കപ്പ് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചക്ക വരട്ടിയത് ഞാൻ കഴിഞ്ഞ വർഷം വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒരു ഉരുളയായിട്ട് വരണം. ആ ഒരു രീതിക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചക്ക വരട്ടിയതൊക്കെ പൊടിയിൽ ഇതുപോലെ ഒന്ന് യോജിച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ ഓരോ ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വാഴയില വെച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടുണ്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചിരവിയത് ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ടൊന്നങ്ങ് വെതറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു തേങ്ങ ഒന്ന് ഈ ഒരു മാവിലൊന്ന് പറ്റി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു വാഴയില കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് വാഴയിലയോട് കൂടി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വാഴയിൽ എങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് കരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേവിച്ചെടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വാഴയില മാറ്റാം. വാഴയില മാറ്റിയാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ചുട്ടെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് 2 ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങയൊക്കെ കരിയാതെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വരും, ഒരു ക്രഞ്ചി ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയം വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു അട റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ആ ചൂടോട് കൂടിയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയൊക്കെ നല്ല മൊരിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടയും റെഡിയാക്കി എടുക്കാം. പക്ഷേ അടനേക്കായും ടേസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.